നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കൊല്ലവർഷം 1202 തയ്യാറാക്കിയത് ജയറാണി EV. ചിങ്ങം രാശിക്കാർക്ക് അനുഭവങ്ങളുടെയും തിരിച്ചറിവുകളുടെയും അടിസ്ഥാനത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വർഷമാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഔദ്യോഗിക രംഗത്ത് ചില അപ്രതീക്ഷിത തടസ്സങ്ങളോ തൊഴിൽപരമായ വെല്ലുവിളികളോ നേരിടേണ്ടി വന്നേക്കാം. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ എതിർപ്പുകളെ വിവേകത്തോടെ നേരിടേണ്ടി വരും. എന്നാൽ വർഷത്തിന്റെ മധ്യഭാഗം പിന്നിടുന്നതോടെ പ്രതിസന്ധികൾ മാറി സാമ്പത്തിക സ്ഥിതിയിൽ വ്യക്തമായ പുരോഗതിയും ഉന്നത പദവികളും കൈവരിക്കാനാകും. എങ്കിലും വർഷം മുഴുവൻ 8ാം ഭാവത്തിൽ അഷ്ടമശനി തുടരുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിലും ഔദ്യോഗിക തീരുമാനങ്ങളിലും അതീവ ജാഗ്രത അനിവാര്യമാണ്. അനാവശ്യ ധനസഹായങ്ങളും എടുത്തുചാടിയുള്ള തൊഴിൽ മാറ്റങ്ങളും ഒഴിവാക്കി കൃത്യമായ ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ടു പോയാൽ അഷ്ടമശനിയുടെ കാഠിന്യം കുറയ്ക്കാനും വർഷത്തിന്റെ 2ാം പകുതിയിലെ രാഹു വ്യാഴാനുകൂല്യങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കുവാനും സാധിക്കും. ഗ്രഹസ്ഥിതി വ്യാഴം തുടക്കത്തിൽ കർക്കടക രാശിയിൽ സഞ്ചരിക്കുകയും തുടർന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ജന്മജാതകത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് പുണ്യപ്രവർത്തനങ്ങൾക്കായുള്ള ചെലവുകളും വിദേശയാത്രകൾക്കും ഉന്നത പഠനത്തിനും അവസരങ്ങളും ലഭിക്കും. ചിങ്ങത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നതോടെ ആത്മവിശ്വാസവും പുതിയ ലക്ഷ്യബോധവും ഉണരും. എന്നാൽ വ്യാഴത്തിന് സ്ഥാനബലം കുറഞ്ഞവർ അനാവശ്യ ധനച്ചെലവുകൾ നിയന്ത്രിക്കുകയും അഹംഭാവം ഒഴിവാക്കി പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം. ശനിവർഷം മുഴുവൻ 8ാം ഭാവമായ മീനം രാശിയിൽ അഷ്ടമശനി തുടരുന്നു. ശനി അനുകൂലമായി നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിത തടസ്സങ്ങളെ ദൃഢനിശ്ചയത്തോടെ മറികടക്കാനും കഠിനാധ്വാനത്തിലൂടെ അർഹമായ നേട്ടങ്ങൾ ഉറപ്പിക്കുവാനും സാധിക്കും. എന്നാൽ ശനി പ്രതികൂലമായി നിൽക്കുന്നവർക്ക് ജോലിഭാരവും അലച്ചിലും അനുഭവപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ഉത്തരവാദിത്തങ്ങളിൽ അലസത ഒഴിവാക്കുകയും വാഹന ഉപയോഗത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും വേണം. രാഹുവും കേതുവും യഥാക്രമം 7, 1 ഭാവങ്ങളിലും തുടർന്ന് 6, 12 ഭാവങ്ങളിലേക്കും മാറുന്നു. തുടക്കത്തിൽ ദാമ്പത്യ പങ്കാളിത്ത ബന്ധങ്ങളിൽ കൂടുതൽ ക്ഷമയും ആശയവിനിമയവും ആവശ്യമായി വരും. എന്നാൽ അടുത്ത മാറ്റത്തോടെ ശത്രുദോഷങ്ങൾ അകലുകയും സാമ്പത്തിക പുരോഗതിക്കും മത്സര വിജയത്തിനും വഴിതെളിയുകയും ചെയ്യും. പൊതുഫലങ്ങൾ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിത സ്ഥാനചലനങ്ങളോ തൊഴിൽ ഭാരമോ ഉണ്ടായേക്കാമെങ്കിലും പക്വതയോടെയുള്ള പ്രവർത്തനത്തിലൂടെ 2ാം പകുതിയിൽ ഉന്നത പദവികളും അർഹമായ അംഗീകാരങ്ങളും സ്വന്തമാക്കാനാകും. പുതിയ നിക്ഷേപങ്ങളിലും കൂട്ടുകച്ചവടങ്ങളിലും തുടക്കത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വർഷാവസാനത്തോടെ കാര്യമായ സാമ്പത്തിക നേട്ടവും ബിസിനസ് വിപുലീകരണവും സാധ്യമാകും. വിദ്യാർത്ഥികൾ ചിട്ടയായ പഠന രീതി സ്വീകരിച്ചാൽ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കും. ശുഭകാര്യങ്ങൾക്കായി ധനച്ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും അഷ്ടമശനി നിലനിൽക്കുന്നതിനാൽ കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ല എങ്കിൽ കടബാധ്യതകൾ വന്നുചേരും. അനാവശ്യ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ 2ാം പകുതിയിൽ മികച്ച സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ പങ്കാളിയുമായി ആശയവിനിമയ കുറവുകൾ വരാതെ ശ്രദ്ധിക്കണം. പരസ്പര ധാരണയോടെ മുന്നോട്ടു പോയാൽ വർഷാവസാനത്തോടെ ദാമ്പത്യത്തിൽ വലിയ സന്തോഷവും ഐക്യവും ഉണ്ടാകും. കുടുംബപരമായ ബാധ്യതകൾ പൂർത്തീകരിക്കാനും മുതിർന്നവരുടെ പിന്തുണ നേടുവാനും സാധിക്കും. അഷ്ടമശനിയുടെ സ്വാധീനം മൂലം ഉദരവാദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അവഗണിക്കാതെ കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും ഉറപ്പാക്കണം. ഔദ്യോഗിക യാത്രകൾക്ക് അവസരമൊരുങ്ങുമെങ്കിലും വാഹന ഉപയോഗത്തിലും വസ്തു ഇടപാടുകളിലും രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുക. മാസാടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾ. ചിങ്ങം ആത്മവിശ്വാസവും നേതൃപാടവവും വർദ്ധിക്കും. അമിത കോപവും ഈഗോയും ഒഴിവാക്കുക. കന്നി സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം. സംസാരത്തിൽ പക്വത പുലർത്തുന്നത് ഗുണം ചെയ്യും. തുലാം സഹപ്രവർത്തകരുമായുള്ള ബന്ധങ്ങളിൽ ഇടച്ചിലുകൾ വരാതെ ശ്രദ്ധിക്കണം. തിടുക്കം ഒഴിവാക്കുക. വൃശ്ചികം ഗാർഹിക കാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും കൂടുതൽ കരുതൽ വേണം. ധനു പുതിയ ക്രിയാത്മക ആശയങ്ങൾ ലഭിക്കും. കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. മകരം കർമ്മരംഗത്തെ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിട്ട് ശത്രുജയം നേടാനാകും. കുംഭം ദാമ്പത്യത്തിലും പങ്കാളിത്ത ബിസിനസ്സുകളിലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. മീനം ആരോഗ്യകാര്യങ്ങളിലും യാത്രകളിലും അതീവ ജാഗ്രത വേണം. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മേടം ഭാഗ്യ അനുഭവങ്ങൾക്കും ഉന്നത വ്യക്തികളുടെ പിന്തുണയ്ക്കും വഴിയൊരുങ്ങും. ദൂരയാത്രകൾക്ക് അനുകൂലമാണ്. ഇടവം ഔദ്യോഗിക രംഗത്ത് വലിയ നേട്ടങ്ങളും സ്ഥാനക്കയറ്റവും അംഗീകാരങ്ങളും സ്വന്തമാക്കാനാകും. മിഥുനം മുൻകാല അധ്വാനങ്ങൾക്ക് മികച്ച സാമ്പത്തിക പ്രതിഫലവും പുതിയ വരുമാനവും ലഭിക്കും. കർക്കിടകം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ശുഭകാര്യങ്ങൾക്കായി പണം വിനിയോഗിക്കും. പ്രത്യേക ഗ്രഹമാറ്റങ്ങൾ, മേടവിഷു, സംക്രമഫലം, ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുവാനും തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾക്ക് അനുകൂല തീരുമാനമുണ്ടാകുവാനും ഉന്നതരുടെ പിന്തുണ ലഭിക്കുവാനും ഈ സംക്രമം സഹായിക്കും. വ്യാഴമാറ്റം തുടക്കം മുതൽ 2026 ഒക്ടോബർ 31 വരെ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുണ്യപ്രവർത്തനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസ വിദേശ ആവശ്യങ്ങൾക്കുമായി പണം വിനിയോഗിക്കും. വ്യാഴമാറ്റം
2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി വരെ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ മാനസിക വ്യക്തതയും ആത്മവിശ്വാസവും പുതിയ ലക്ഷ്യബോധവും കൈവരും. വ്യാഴത്തിന്റെ വക്രസഞ്ചാരം 2027 ജനുവരി മുതൽ 2027 ജൂൺ 26 വരെ കർക്കിടകത്തിലേക്ക് തിരികെ നിൽക്കുന്നതിനാൽ പഴയ ബാധ്യതകൾ ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കുക. വ്യാഴം നേർഗതിയിൽ 2027 ജൂൺ 26 മുതൽ 2027 നവംബർ 26 വരെ വീണ്ടും ചിങ്ങത്തിൽ സ്ഥിരപ്പെടുന്നതോടെ സമൂഹത്തിൽ മാന്യതയും തൊഴിൽ രംഗത്ത് മികച്ച അംഗീകാരങ്ങളും ലഭിക്കും. രാഹു കേതു പ്രഭാവം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പങ്കാളിത്ത ഇടപാടുകളിൽ കൂടുതൽ ക്ഷമ ആവശ്യപ്പെടുന്നു. അടുത്ത മാറ്റത്തോടെ 6ാം ഭാവത്തിലെ രാഹു ശത്രുജയവും സാമ്പത്തിക ഉണർവും നൽകും. ശനി സഞ്ചാരവും അഷ്ടമശനിയും വർഷം മുഴുവനും മീനം രാശിയിൽ തുടരുന്നതിനാൽ ജോലിസ്ഥലത്ത് എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി സ്ഥിരതയും വിവേകവും പുലർത്തണം. ശനി മൗഢ്യം. മീനത്തിൽ ശനിക്ക് മൗഢ്യം വരുന്ന ഘട്ടത്തിൽ ആരോഗ്യ പരിപാലനത്തിലും യാത്രാവേളകളിലും അതീവ ശ്രദ്ധ പാലിക്കുക. സൂര്യന്റെ നീചസ്ഥിതി. തുലാമാസത്തിൽ സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുകയും പുതിയ വലിയ കരാറുകളിൽ സുചിന്തിതമായി തീരുമാനമെടുക്കുകയും വേണം. ശ്രദ്ധിക്കേണ്ടവ: അഷ്ടമശനി തുടരുന്നതിനാൽ ജോലിയിൽ എടുത്തുചാടിയുള്ള മാറ്റങ്ങൾ ഒഴിവാക്കുകയും ചുമതലകൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുകയും ചെയ്യുക. വ്യാഴം 12-ൽ നിൽക്കുന്ന ഘട്ടത്തിൽ അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ബജറ്റ് സൂക്ഷിക്കുകയും കടബാധ്യതകൾ ഒഴിവാക്കുകയും ചെയ്യുക. വാഹന ഉപയോഗത്തിലും യാത്രാവേളകളിലും അതീവ ജാഗ്രത പുലർത്തുകയും കൃത്യമായ ദിനചര്യയിലൂടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുക. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ദാമ്പത്യ പങ്കാളിത്ത ബന്ധങ്ങളിൽ ഈഗോ മാറ്റിവെച്ച് പരസ്പര ധാരണയോടെ മുന്നേറുക. കൊല്ലവർഷം 12-02 ചിങ്ങം രാശിക്കാർക്ക് പ്രാരംഭ വെല്ലുവിളികളിലൂടെ പക്വത നേടി വിജയത്തിലേക്ക് എത്തുന്ന വർഷമാണ്. അഷ്ടമശനിയുടെ സാന്നിധ്യമുണ്ടെങ്കിലും 6ാം ഭാവത്തിലേക്കുള്ള രാഹുമാറ്റവും വ്യാഴത്തിന്റെ അനുകൂലതയും മുൻനിർത്തി ഉചിതമായ ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്താൽ തൊഴിൽപരമായ ഉന്നതിയും സാമ്പത്തിക ഭദ്രതയും കൈവരിക്കുവാൻ ചിങ്ങം രാശിക്കാർക്ക് സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.